Hi guys, welcome back to our YouTube channel. നല്ല പറയിട്ടിട്ട് നമ്മള് പുറത്തു പോവാണ്. സൺഡേ ഔട്ടിംഗ്. അപ്പോൾ നമ്മള് എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട്? രാത്രി 10 മണി വരെ. ടൈമില്ല. പൂനെയിൽ പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ടൈമില്ല. കർഫ്യൂ. ഓക്കെ പോയിട്ട് ഓ ഇത് ആക്രാന്തോ. ലോഗൗട്ട് ബുക്കിൽ പേര് എഴുതണം. എന്തെങ്കിലും ഒന്നും പറ. നല്ല വെയിലുണ്ട്. ഇപ്പം നമ്മൾ 2 കോട എടുത്തിരുന്നു, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. കുറച്ച് ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് ചെയ്യണം. എനിക്കില്ല. ജി 11 നമ്മള് രജിസ്റ്റർ മാരേജോ ഇതാണോ എന്തൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ക്യാമറ കാണാൻ പറ്റുന്നില്ല. അതെ നമ്മളുണ്ട്. എന്തൊരു വെയിലാണെന്നറിയോ. വെദർ ഈസ് ജസ്റ്റ് ഓസം. നമ്മളെ കാണുന്നുണ്ടാവോ ആൾക്കറിയാം. ഓക്കെ ബൈ. മുറ്റുള്ള പോലെ തോന്നിയില്ലേ നമ്മളെ കോളേജ് ഹൗസ്. എവിടെ? അതെ അതെ അതിനകത്ത് വരാ. ഇത് കാറാ ഗൈസ്. ഇതാണ് അബാക്ക റാണി, നമ്മളുടെ ഉള്ളാള് പ്രദേശം ഭരിച്ചിരുന്ന റാണിയാണ്. ബ്രിട്ടീഷ് കഥ പറഞ്ഞു. അതായത് ബ്രിട്ടീഷിന്റെ ഭരണ സമയത്ത് ഈ ഉള്ളാല് ഭരിച്ചിരുന്ന വില്യം സ്മിത്ത് എന്ന് പറഞ്ഞ മറ്റേ പട്ടാളക്കാരനുണ്ടായിരുന്നു. അപ്പം ആളുടെ കയ്യിൽ നിന്ന് അതിതന്ത്രമായിട്ട് നമ്മുടെ ഈ ഉള്ളാൽ പ്രദേശം വാങ്ങിച്ചെടുത്ത. തന്ത്രമായിട്ടല്ല, യുദ്ധം ചെയ്തിട്ടല്ല. എങ്ങനെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടാ ഈ പറയണേക്ക് എന്നിട്ടാ ഈ വില്യംസ് കുളിക്കാൻ എന്നിട്ട് പുഴയിൽ പോയപ്പോ ഈ പെണ്ണ് അവിടെ നിന്നിട്ട് സെഡ്യൂസ് ചെയ്തു. മറ്റേ നേത്രാവതിയില് അത് സെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് എന്താ അതുവഴി ഇവള് മറ്റേത് കഴിക്കലാക്കി, ഈ ഉള്ളാല് കഴിക്കൽ. യെസ് എന്തേ അങ്ങനെയാണ് ഈ ഉള്ളാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടാവുന്നത്. അല്ലേ ഇതാണ് ഉള്ളാലിലെ ഫോട്ടോ സ്റ്റേറ്റ്. എന്താ ഉള്ളാലിലെ അശ്വനെ കാണിച്ചു കൊടുത്തു. ഉള്ളാലിലെ മീനാക്ഷി. ചോക്ലേറ്റ് വേണം. അവിടെ പഴുത്തതുണ്ട്. അവിടെ മീന്. നീ പറയുന്നത് സ്റ്റിച്ചിങ്. അതാണ് ഉള്ളാലിലെ പച്ചക്കറി ചന്ത. വാവ് ഓട്ടെ ചന്ത. നമ്മളൊരു മതി നോർത്ത് ഇന്ത്യയിലെ വീഡിയോസ് ഒക്കെ കാണൂല്ലേ. ഇച്ചിരി ഉറക്കപ്പാറ നല്ല ഈ വെയിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബ്ലോഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് നമ്മളെ തളർത്താനായിട്ടുണ്ടല്ലോ 100 പേരുണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് മതി. അവരെ കൂട്ടുപിടിച്ചാൽ മതി. ഇതേപോലത്തെ ആൾക്കാരനെ നോക്കണ്ട. അയ്യോ അങ്ങനെ എന്താ പറയൂ. ബാക്ക് മിനിച്ചി പറ. ഈ കഴുത്തിൽ ബെൽറ്റ് ഇട്ടോണ മീനാക്ഷിക്ക് ഡിപ്രഷനാണ് ഗൈസ്. ഒരു തലയില്ലാണ്ട് പോണ അവള്. തല അവിടെ വെച്ച് വറുതാണ്. ഇതാണ് ഡെയിലി ഫ്രഷ്. ഞങ്ങൾ 4 വർഷം ഇവിടെ നിന്നപ്പോൾ എല്ലാ ഔട്ടിങ്ങിനും ഈ ഡെയിലി ഫ്രഷിൽ പോകും. ഫ്രൂട്ട്സ് വാങ്ങാൻ പോട്ടോ. ഇതാണ് വാങ്ങുന്നത്. ഇതെന്താണെന്നറിയോ? ഇതറിയുന്നവർ കമന്റ് ഇടാം. ഇത് വീട്ടിലുണ്ട്. ഈ സാധനം ഇത്ര വലുതല്ല. ഇതിന്റെ സംഭവം എന്നിട്ടാ പറയുന്നത്. ഇതൊരു സാധനം എന്നിട്ടാ പോക്കിരിയാ. എന്താ ബൊഗിരി? ഇതിന്റെ എത്രയാ? എന്തുണ്ടാക്കാന്ന്? പിന്നെ ചാള വേണമെങ്കിൽ ഫിഷ് മസാല നമുക്കില്ലേ ന്യൂട്ടെല്ലാം വാങ്ങിച്ചാലോ? ഇല്ല, അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ സാധനം. ആ സൈഡിലേക്ക് പോകണ്ടോ, ഈ സൈഡിൽ മാത്രം. ആരാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഫേസ് പാക്ക് ഇട്ടിരിക്കുന്നതായിരിക്കും സാധനം വാങ്ങിയത്.
ഓ സീൻ ആഷ്ന റിച്ചാട്ടോ. ഓ ഗൈസ് ആപ്പ് ചെയ്ത് എന്നിട്ട് കാണിക്കണേ. ആ 3 അണ്ടികൾ കിട്ടി. സൂപ്പറായി. അത് കറക്റ്റ് കിട്ടി. എന്ത് ഓക്കെ.